നിങ്ങൾ പേടിക്കണ്ട, വീടിലായിട്ട് വിഷമിക്കണ്ട. ഇത് ചോദിക്കുമ്പോ ഉപചോദിക്കുണ്ടാവും. അതിപ്പോ സമയത്ത പറയാന്. ഖജാ തങ്ങൾ അകത്ത് ചെന്നിട്ട് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച നിസ്കാരം ഖളായില്ലോ, നിസ്കരിക്കണ്ട. അവിടെ ചെന്ന് ദുആ ചെയ്യാൻ, ഖളായില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാ. അവിടെ ചെന്നിട്ട് ഖജാ തങ്ങൾ ഹദറത്ത് ചെന്നുകൊണ്ട് 1000 ഇഖ്ലാസ് ഓതി ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ പേരിൽ 1000 സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ അങ്ങ് കയ്യോത് ചോദിച്ചാൽ ഖാജ തട്ടിക്കളയൂല. ഈ സദസ്സിലും ആ ഭാഗത്ത് ഇവിടുത്തെ ഖാദിമ്യങ്ങൾ, അത് ഖാദിമ്യങ്ങൾ പറയാൻ കാരണം ഇവിടെ വന്നിട്ട് അവരെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നടത്തിയപ്പോ അവരിവിടെ നിന്ന് സഹായിക്കുന്നവരാണ്. വീടില്ലാത്ത എത്രയോ സഹോദരന്മാർ എൻ്റെ കൂടെ വന്നിട്ട് അൽഹംദുലില്ലാഹ് അവിടുന്ന് വീട് വെച്ചെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ബുദ്ധിയില്ലാത്ത കൊണ്ട് ഞാൻ കത്തെയ്തു ഹാജാക്ക്. എനിക്ക് ചെറിയ ബുദ്ധിയില്ലല്ലോ, എല്ലാവരും വരാ. അപ്പൊ ഹാജാ കത്തെയ്തും. അപ്പൊ ഒരു ചങ്ങായിക്ക് വീടില്ല. ആരാ? ഷമീർ, ലത്തീഫ്. ഹാജാബ് കത്തെഴുതിക്കോറു. അപ്പൊ എങ്ങനെയാ കത്തെഴുതി ചോദിച്ചു. ഞാൻ പറഞ്ഞു ബിസ്മി ഹംദ് സ്വലാത്ത് എന്നതിന് ശേഷം സുൽത്താൻ ത്വരീബ് നവാസ് ഹാജാ തങ്ങൾ അറിയാൻ വേണ്ടി ഇന്നാന ഫുലാൻ എഴുതുന്നു. കത്തെഴുതാ. ഈ കത്തവിടെ സന്തോഷിച്ചപ്പോ ഹാജ തട്ടിക്കളയില്ല. എത്ര ആൾക്കാർക്ക് വീട് കിട്ടി, എത്ര ആൾക്കാർ രോഗങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ. ഇപ്പൊ ഹാജ തങ്ങൾ ചെന്നാൽ ഒരു വട്ടം പോയവർക്ക് പിന്നെയും പോകാൻ തോന്നും. മക്കത്തേക്ക് പോയ കൂട്ടം പറഞ്ഞ പോലെ അല്ലേ? മൂപ്പർക്കറിയാം. മക്കത്തേക്ക് പോയ അതേപോലെ തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പിന്നെയും ഇങ്ങനെ പോകാൻ തോന്നിക്കൊണ്ടിരിക്കും. അതാണ് സുൽത്താൻ ത്വരീബ് നവാസ് ഹാജ തങ്ങളെ പ്രത്യേകത. വല്ലാത്ത പ്രത്യേകത. അനാസകർ, താരാകാട്, അവിടെയൊക്കെ അതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് പറയാണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വന്നാൽ തന്നെ സാധുക്കളായ ഞങ്ങൾ ഒരു വിവരമില്ലാതെ ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ ഹാജാപ്പാൻ്റെ പേര് മതവും ചൊല്ലിയിട്ട് എത്രയോ സാധുക്കൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ സന്തോഷം എന്താ പറഞ്ഞാൽ ഈ മജ്‌ലിസ്ക്ക് തീരെ നിസ്കരിക്കാതെ പലവരും വരിക. 2, 3, 4 മജ്‌ലിസ് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് ഓൻ കറക്റ്റ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും. അത് ഹാജാപ്പാൻ്റെ കറാമത്താണ്. ഖജാബിന്റെ കറാമത്താ. 13 കൊല്ലം കള്ളുപിടിച്ചിരുന്ന സഹോദരൻ നിർത്താൻ സാധിക്കൂലായിരുന്നു. കുറച്ച് മത്സരിക്ക് വായോ ഒന്നു നിർത്തി, പിന്നെയും കുടിച്ചു, പിന്നെയും വാറുന്നു. ഇപ്പം അൽഹംദുലില്ലാഹ് ഫുള്ള് നിർത്തി. അങ്ങനെ എത്ര ആൾക്കാരെ ഖജാബിന്റെ കറാമത്ത് രക്ഷപ്പെടുന്നവര്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പോവാത്തവരൊക്കെ അജ്മീറിൽ പോവണം. വെറുതെ പോയപ്പോലെ അറിയുന്ന, എൻ്റെ കൂടെ പോകുന്ന എനിക്ക് സമയമില്ല കേട്ടോ, എൻ്റെ കൂടെ പോകാനല്ലേ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഹാജാടത്തേക്ക് പോകുമ്പോൾ ഹാജാടത്തേക്ക് തന്നെ പോകണം. പിന്നെ അങ്ങോട്ട് പോയിട്ട് പറയുന്നത് കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. അതിന് വേറെ ദിവസം പോകണ്ട. ഹാജാടത്തേക്ക് പോകുമ്പോൾ ഹാജാടത്ത് തന്നെ പോയിട്ട് അതറിയാം ഇയാൾക്കാരെ. ഇവിടുന്ന് മജ്‌ലിസ് എന്ന് പറഞ്ഞു നിങ്ങൾ ഹാജാടത്തേക്ക് പോകണേ ഹാജാടത്തേക്ക് തന്നെ വന്നാൽ മതി. അന്നത്തെ ഹുദൂറിൽ പറഞ്ഞു നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ടാണ്. പിന്നെ പോകുന്ന ആൾക്കാർ പറഞ്ഞു കാണേൻ അള്ളാഹുവിൻ്റെ അജായിബം കാണും. ആഗ്ര കാണാത്ത കുറേ ആൾക്കാരുണ്ട്, ആഗ്ര കാണുന്നതാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത പേടി. കാണണം അള്ളാഹുവിൻ്റെ അജായിബ് കുതുബിനാറും ആഗ്രയും എന്തൊക്കെ കാണണമെന്നില്ല. പക്ഷെ ഇവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഹാജാടത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യത്തേക്ക് വരികയാണെങ്കിൽ എന്നെ സിയാറത്ത് നിങ്ങൾ തിരിച്ചു പോയിക്കോളി, വേറെ എവിടേക്കും പോകണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ആഗ്രഹം പറഞ്ഞു വന്നാൽ ശരി പോവാ. ഞാൻ അങ്ങനെ അജ്മീറിൽ നിന്ന് വണ്ടി കയറി, രാത്രി കയറി 10 മണിക്കോ 11 കയറി, ഒരു 4 മണിക്കോ 4:15 നീച്ച് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പിന്നെ സുബഹിസ്കാരം കഴിഞ്ഞ് പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയപ്പോ എല്ലാത്തിനും മുസീബത്ത് സംഭവിക്കാൻ പോകുന്നത് കണ്ടു. ഒരു സ്വപ്നത്തിൽ കണ്ടു എന്തൊരു മുസീബത്ത് സംഭവിക്കുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ പറഞ്ഞു നിൽക്കാൻ റഷീദ് പറഞ്ഞു ഇനി മേലാഗ്രഹിക്ക് പോകാൻ പാടില്ല, ഇനിയില്ലത് അവസാനത്തെ പോക്കാം, ഇനിയില്ലട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതാണ്. ഇവര് കേട്ട് പിന്നെ കുറെ ആൾക്ക് എൻ്റെ കൂടെ 13 ആൾക്കാരുണ്ട്, എൻ്റെ ഫാമിലിക്കാരുണ്ട്, നല്ലവരും ഉണ്ട്. ഞാൻ പറഞ്ഞു ആ ലിഫ്റ്റിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ കയറാൻ പറ്റ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതവനെ കറാമത്തല വെച്ചേക്കണം. കേട്ടു, ആരും കേട്ടില്ല. കയറി 1-2 ആൾക്കാർ ലിഫ്റ്റിൽ താഴോട്ട് വീണു. ലിഫ്റ്റ് അറിയാലോ, ആ കോണി കയറി പോണത്. മൂപ്പർക്കറിയാം, കുഞ്ഞപ്പോക്കൊക്കെ അറിയാം. ലിഫ്റ്റ് ഇങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. 2-3 ആൾക്കാരൊക്കെ അതിൽ പെട്ടു. ഞാൻ ചെന്നിട്ട് എൻ്റെ ഒരു വടിയുണ്ട്, ആ വടിയും പൊടി ഞാൻ ചെന്നിട്ട് ഞാൻ തള്ളി നോക്കി. ഞാനും വീണപ്പോ ഞാൻ യാ ഹാജ ഒറ്റ വിളിയാ, യാ ഹാജ എന്ന് വിളിച്ചോടി. ആരെ ഓതിട്ട് പെട്ടത് വട്ടം അവിടെ നിന്നു.
ഒറ്റ നിർത്താം. കുറെ ആൾക്കാർക്ക് മുരക്കായി, കുറെ ആൾക്കാരെ ബാഗുകളൊക്കെ പോയി. അന്നും നഷ്ടപ്പെട്ടില്ല. അന്ന് തീരുമാനിച്ചു ഇനി ഹാജാർത്തേക്ക് പോകണം, ഹാജാർത്തേക്ക് തന്നെ, ഇനി വേറെ സ്ഥലത്തേക്ക് പോകണ പരിപാടില്ലാന്നുള്ളത്. അപ്പൊ അത് ഹാജാപ്പ കാണിച്ചു തരികയാണ്. കാരണം മറ്റുള്ള ഹാജാപ്പാനെ സിയാറത്തിന് വന്നിട്ട് പിന്നെ മറ്റൊരു പോകുമ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന പലതും ഉണ്ടാവും. അപ്പൊ നമ്മൾ വേറെ സോണി പോകണം എന്നല്ല പറഞ്ഞത്, വേണമെങ്കിൽ പോവാം. അപ്പൊ എല്ലാവരും എന്താ പറയണ്ടത്, ഇൻഷാ അല്ലാഹ് അജ്മീറിൽ പോകണം, പോവാത്തനൊക്കെ പോവണം. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. ഒരൊറ്റ ആലിമീങ്ങളെയും കുറ്റം പറയരുത്, ഒരൊറ്റ ആലിമീങ്ങളും പറയരുത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ആലിമീങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത സയ്യിദന്മാരുണ്ടാവും. അങ്ങനെ ഒരിക്കലും സയ്യിദന്മാരെന്ത് ചെയ്ത് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവരെ ബഹുമാനിക്കണം. ഏത് തങ്ങളായാലും വേണ്ടില്ല, അത് ഏത് രാഷ്ട്രീയക്കാരായാലും വേണ്ടില്ല. അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് വരണം. നമുക്ക് എല്ലാവർക്കും അങ്ങനെ വരണം. ഒരൊറ്റ ആലിമീങ്ങളെ നമ്മൾ പറയുന്നത്, ഈ വിശന്ന് പറഞ്ഞ സാധനം അറിയാതെ കഴിച്ചാലും ആപത്താണ്, അറിഞ്ഞു കഴിച്ചാലും ആപത്താണ്. അതാണ് ആലിമീങ്ങളെ വിഷയങ്ങൾ. അതുകൊണ്ട് ഒരൊറ്റ ആലിമീങ്ങളെ നിങ്ങൾ കുറ്റം പറയട്ടെ. നമ്മളെന്താ ധാരാളം മുത്താലിമീങ്ങളെ കാണണം, അവർ നന്നായിട്ട് ബഹുമാനിക്കണം, നന്നായിട്ട് ബഹുമാനിക്കണം. നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്ട് എമ്മല്ല വരും. അയാൾ മൂപ്പര് വന്നു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് പറയുള്ളൂ, അത് കഴിഞ്ഞാൽ പോവും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വായിക്കാണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇടയിൽ പറയാൻ കുറേ പറയാം. ഇൻഷാ അല്ലാഹ്